തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തിന്റെ വികസന മാതൃകകളാണ് ഇന്നത്തെ തദ്ദേശ തിലക്കത്തിൽ. PSC ഉദ്യോഗാർത്ഥികൾക്കായി ജനകീയ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെ മാതൃക ഒരുക്കുകയാണ് പഞ്ചായത്ത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 50-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ നിന്നും നിയമനം നേടിയത്. ഒപ്പം പഞ്ചായത്തിന്റെ സേവനങ്ങൾ വാതിൽപ്പടിയിലേക്ക് എത്തിക്കുന്ന ഗ്രാമഭവനുകൾക്കും തുടക്കം കുറിച്ചത് ആര്യനാട് നിന്ന് തന്നെയാണ്. ഗ്രാമങ്ങളിൽ നിന്നാണ് ഒരു നാടിന്റെ വികസനത്തിന്റെ തുടക്കം. വിദ്യാഭ്യാസ മേഖലയിൽ ആര്യനാട് പഞ്ചായത്ത് നടത്തുന്ന ഇടപെടലുകൾ ഈ തിരിച്ചറിവിൽ നിന്നുമാണ്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കായി പഞ്ചായത്ത് ഒരുക്കുന്ന ഒരു മാതൃകയുണ്ട് ഇവിടെ. ആര്യനാട് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് PSC പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന പരിശീലനം രാത്രി വരെ നീളും. പുസ്തകങ്ങളും ചോദ്യോത്തര പേപ്പറുമെല്ലാം സൗജന്യം. ക്ലാസ്സൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്. രാവിലെ 9:30ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഡെയിലി OMR എക്സാം, ടോപ്പിക് എക്സാം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പഠിക്കുന്നതായ ടോപ്പിക് തന്നെ കൂടുതലായിട്ട് വരുന്നത്. പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്ന രീതിക്കാണ് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. ആദ്യമായിട്ട് PSC തുടങ്ങിയത് സ്വന്തമായിട്ടാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കമ്പൈൻ സ്റ്റഡിയാണ്. ഇവിടുത്തെ കമ്പൈൻ സ്റ്റഡി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അധ്യാപകരെന്ന് പറഞ്ഞാൽ ഇവിടെ പഠിച്ച ലിസ്റ്റിലുള്ള കുട്ടികളാണ്, അവർ തന്നെയാണ് അധ്യാപകർ. എല്ലാ ടെസ്റ്റും ഇപ്പോൾ ലക്ഷ്യമായാലും ടാലൻ്റ് ആയാലും അവരുടെ എല്ലാം റാങ്ക് ഫയലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് എല്ലാം കൂടെ തിരഞ്ഞെടുത്തിട്ട് ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ഡെയിലി ഒരു 200 കുട്ടികൾ വരും. ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ സേവനങ്ങളും അതത് വാർഡുകളിലേക്ക് എത്തിക്കുന്ന ഗ്രാമഭവൻ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ പഞ്ചായത്താണ് ആര്യനാട് പഞ്ചായത്ത്. കരമടയ്ക്കുന്നത് മുതൽ ആരോഗ്യവകുപ്പിന്റെ വരെ സേവനങ്ങൾ ഈ ഗ്രാമഭവനുകളിൽ നിന്നും ജനങ്ങൾക്ക് ലഭ്യമാകുന്നു. ആര്യനാട് പഞ്ചായത്തിന് കീഴിലെ 18 വാർഡുകളിലും ഗ്രാമഭവനുകൾ കാണാം. കരം അടയ്ക്കുന്നത് മുതലുള്ള എല്ലാ സേവനങ്ങളും പഞ്ചായത്ത് ഓഫീസിലെത്താതെ ഇവിടെ നിന്ന് പൂർത്തീകരിക്കാനാകും. പ്രധാനമായിട്ടും പഞ്ചായത്തിന്റെ എല്ലാ സേവനങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ഡിസ്ട്രിക്റ്റ് അതുപോലെയുള്ള സൈറ്റുകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളാവും. ഇപ്പോൾ ആളുകൾ അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ ഉപകാരമുണ്ട്. ഇപ്പോൾ എൻ്റെ വീടിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതുവഴി പോകുമ്പോഴായാലും പെട്ടെന്ന് കയറി ഇവർ വിളിക്കാറുണ്ട്. അങ്ങനെ വളരെ ഉപകാരമാണ്. ഒരു 99% കാര്യങ്ങളും നമുക്ക് എളുപ്പമായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന കുറേയധികം പ്രോജക്റ്റുകളെ ഒന്ന് പരിഹരിച്ച് പൂർത്തിയാക്കിയെടുക്കുന്നതോടൊപ്പം തന്നെ വീട്ടിൻ്റെ അകത്ത് തന്നെ ആരോഗ്യ സേവനത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു കൺസെപ്റ്റ്, അത് പ്രാവർത്തികമാണ്. അസാധ്യമെന്ന് കരുതുന്നതെല്ലാം സാധ്യമാക്കുക എന്നതാണ് ആര്യനാട് മാതൃക. വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വികേന്ദ്രിതമാക്കുക, കൂടുതൽ ജനകീയമാക്കുക, ഇതാണ് ആര്യനാട് പഞ്ചായത്തിന്റെ പ്രത്യേകത. ആര്യനാട്ടിൽ നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.